AK ആന്റണി വലിയ നേതാവും നല്ല നേതാവും ഒക്കെയാണ്. അതിന് ഞങ്ങൾക്കാർക്കും സംശയമില്ല. എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്, എൻ്റെ അടുത്ത സുഹൃത്തുമാണ്, വളരെ അടുത്ത സുഹൃത്തുമാണ്. പക്ഷേ AK ആന്റണി വലിയ നേതാവാണ്. AK ആന്റണിയുടെ മകൻ നേതാവാകാൻ പുറത്തിരിക്കുന്നത്. അതെ അതെ, അത് അമ്മാവന് ആന കയറിയാല് മരുവിന് തഴമ്പുണ്ടാകൂ ഇല്ലല്ലോ. അപ്പോൾ AK ആന്റണി നേതാവ്, AK ആന്റണി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുന്നത് വരെ കോൺഗ്രസ് ആണ്. AK ആന്റണി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ ചെയ്തത് തെറ്റാണ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല എന്നും AK ആന്റണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AK ആന്റണിയുടെ മകൻ എന്നതിൻ്റെ പേരിൽ ആ സ്ഥാനാർത്ഥിക്ക് ഒരു സീറ്റും ഒരു വോട്ട് പോലും കിട്ടത്തില്ല. AK ആന്റണിയോട് ഏറ്റവും ഈ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി ഞാനാണ്. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സജീവമായിട്ട്, എല്ലാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഞാനത് വ്യക്തമായി പറയണം, സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയാണ് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അതുകൊണ്ട് അതൊക്കെ മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയുള്ളൂ. പത്തനംതിട്ട സീറ്റ് BJP ജയിക്കാൻ ഒരു കാരണവശാലും ജയിക്കത്തില്ല. അല്ല, അവർ പറയുന്നൊരു സംഭവം, അതായത് AK ആന്റണിയുടെ മകൻ എന്ന് മാത്രമല്ല, വലിയ ധാരണയും ഒക്കെയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉള്ള ഒരു പിന്നീട് വലിയ നേതാവൊക്കെ ആയി വളരേണ്ട ഒരു യുവജന നേതാവാണ് അനിൽ ആന്റണി എന്നും. അതുകൊണ്ട് അനിൽ ആന്റണി വിജയിപ്പിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രി എന്നുള്ളതാണ് ഓഫർ. അല്ല, അതിപ്പോ പത്തനംതിട്ടയ്ക്ക് മുമ്പ് മന്ത്രിയെ കിട്ടിയിട്ടുണ്ട്. അതല്ല ഇഷ്യൂ. ഈ അനിൽ ആന്റണി ആയത് എങ്ങനെ? ബാക്കിലത്തെ ആന്റണി ഉള്ളതുകൊണ്ട്. അതായത് അനിൽ ആന്റണി AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, രാജ്യസഭയിലുണ്ടായിരുന്നു, എല്ലാ സ്ഥാനങ്ങളും അതിൻ്റെ ശീതളഛായയിൽ വളർന്ന അനിൽ ആന്റണി അതെല്ലാം മറന്നിട്ട് അത് നമ്മുടെ പാസ്റ്റ്, ഞാൻ പറയുമല്ലോ, ഒരാൾക്ക് അയാളുടെ പാസ്റ്റ് മറക്കാൻ തയ്യാറായാൽ അതിൻ്റെ അർത്ഥം അയാളെ പിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് കാര്യം. ഹൗ കാൻ യു ഫർഗറ്റ് യുവർ പാസ്റ്റ് മറക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആ ആളിനെ പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നു, ഈ അനിൽ ആന്റണി ഇങ്ങനെ പോയാൽ BJP ഉപേക്ഷിച്ചിട്ട് പോകും. പറഞ്ഞ മനസ്സിലായി. എന്തിന് അയാൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചിട്ട് പോകണം? കോൺഗ്രസിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും കിട്ടി, അതിൻ്റെ സുഖങ്ങൾ അനുഭവിച്ച്, അതിൻ്റെ അധികാരത്തിൻ്റെ ശീതളച്ചായൽ ഇത്രയും കാലം ജീവിച്ച അനിൽ ആന്റണി ഇന്ന് പാർട്ടി വിട്ടു പോയെങ്കിൽ എൻ്റെ പോയിന്റ്, ഹീ കനോട്ട് ബി ട്രസ്റ്റഡ്. ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസാണ് അദ്ദേഹത്തിനുള്ളത്, ക്രെഡിബിലിറ്റി ഡെഫിസിറ്റാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ തിരിച്ചറിയുവാൻ പത്തനംതിട്ടയിലെ വിദ്യാസമ്പന്നരായ ജനങ്ങൾക്ക് കഴിയും. പത്തനംതിട്ടയിൽ ഞാൻ പറയാം, BJPക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന വോട്ട് പോലും ഇത്തവണ കിട്ടത്തില്ല അനിൽ ആന്റണി ആയതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാരണത്താൽ ഞാൻ പറയുന്നത്, ഈ BJPയിൽ ഉള്ള ജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് കാര്യങ്ങളൊക്കെ കുറെ അനസ്ഥിതി അറിയാമല്ലോ. ഇത്രയും നാളും കോൺഗ്രസ് കോൺഗ്രസിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് ഇപ്പം മുന്നോട്ട് മാറി ഈ കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുമ്പോഴും BJP അധികാരത്തിലിരിക്കുമ്പോഴും കാലുമാറുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ? അടുത്ത അധികാരം മാത്രമെന്ന്. അതേ സമയത്ത് തിരിച്ചാണെങ്കിൽ കുറെ കൂടെ ന്യായമുണ്ട്. ന്യായമുണ്ട്. ഞാൻ അധികാരമുള്ള പാർട്ടി വിട്ടിട്ട് അധികാരം ഇല്ലാത്തടത്തേക്ക് പോകുന്ന പറഞ്ഞാൽ അതിനകത്തൊരു ത്യാഗവേലുണ്ട്. ഇതിലെന്തെങ്കിലും ത്യാഗമുണ്ടോ? ഇതെന്ന് പറയുന്ന അധികാരം നോക്കിയുള്ള ഒരു ചാട്ടം.